തിരുവനന്തപുരത്ത് നിന്ന് സനിസ ശോഭാചന്ദ്രനും പാലക്കാട് നിന്ന് സാജിദ് അജ്മലും ചേരുന്നത്. ആദ്യം സനിസയിലേക്ക്. സനിസ, കെ മുരളീധരന്റെ വാക്കുകൾ എത്രത്തോളം ശക്തമാണ്? അദ്ദേഹമാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരം പരിപാടികളിലൊക്കെ പങ്കെടുക്കരുത് എന്ന് ശക്തമായി വാദിക്കുന്നത്. അദ്ദേഹം ശക്തമായി തന്നെയാണോ ഇക്കാര്യം പറയുന്നത്? അതല്ല, രാഹുൽ മാങ്കൂട്ടത്തിലിനെ സർക്കാർ അന്വേഷണ റിപ്പോർട്ട് വൈകിക്കുന്നത് കാരണം രാഹുലിന് ഇതിലൂടെയൊക്കെ സഞ്ചരിക്കുന്നതിനൊക്കെ വേണമെങ്കിൽ കുഴപ്പമില്ല എന്നൊരു അഴകുഴമ്പൻ നയമാണോ അദ്ദേഹം സ്വീകരിക്കുന്നത്? നൗഫൽ, തള്ളാനോ അല്ലെങ്കിൽ കൊള്ളാനോ കഴിയാത്ത ഒരു അവസ്ഥയിലുള്ള പ്രസ്താവനകളാണ് കെ മുരളീധരനിൽ നിന്നടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ വിഷയത്തിൽ പുറത്തുവരുന്നത്. കെ സുധാകരൻ ഉന്നയിച്ച വിഷയങ്ങൾ, രാഹുൽ നിരപരാധിയാണെന്ന് താൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, രാഹുൽ സജീവമായി കോൺഗ്രസിൽ പ്രവർത്തിക്കണമെന്നതടക്കമുള്ള വിഷയങ്ങൾ ഈ കെ മുരളീധരൻ തള്ളുന്നുണ്ടെങ്കിൽ പോലും അതേ സ്ഥാനത്ത് ഈ രാഹുൽ വേദി പങ്കിടാൻ പാടില്ല, കോൺഗ്രസ് നേതാക്കളുമായി വേദി പങ്കിടാൻ പാടില്ല, പാർട്ടിയുടെ പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് കെ മുരളീധരൻ ശക്തമായി തന്നെ പറയുന്നുണ്ടെങ്കിൽ പോലും അതേ സ്ഥാനത്ത് ഇപ്പോഴും അന്വേഷണ റിപ്പോർട്ട് വന്നിട്ടില്ല. അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ രാഹുലിനെതിരെ വ്യക്തമായ ഒരു നിലപാട് എടുക്കൂ എന്ന ധ്വനി കൂടി അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലുണ്ട്. കൂടാതെ തന്നെ അന്വേഷണ റിപ്പോർട്ട് വൈകിക്കുന്ന ഒരു സാഹചര്യം അത് അനിശ്ചിതത്വത്തിൽ തുടരുകയാണെങ്കിൽ രാഹുലിന് കോടതിയെ സമീപിക്കാം എന്ന ഒരു പ്രസ്താവന കൂടി നടത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, തള്ളാനോ അല്ലെങ്കിൽ കൊള്ളാനോ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് നേതൃത്വം ഉള്ളത് എന്നതാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ നേതൃത്വത്തിനെതിരെ പാർട്ടിയിൽ നിന്ന് തന്നെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇന്നലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു വനിതാ നേതാവ് തന്നെ രംഗത്ത് വന്ന് ഇത്തരത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ പാർട്ടി ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ പാർട്ടിയെ കാണില്ല എന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഇത്തരത്തിൽ നേതൃത്വത്തിന്റെ ഉള്ളിൽ തന്നെ ഇത്തരം രൂക്ഷ വിമർശനങ്ങളുണ്ട്. വനിതാ നേതാക്കളടക്കം മുൻപോട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. രാഹുൽ ഇത്തരത്തിൽ സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുമൊക്കെ പങ്കെടുക്കുന്നതിൽ വലിയ വിമർശനങ്ങളാണ് കോൺഗ്രസ് നേരിടുന്നത്. അപ്പോൾ രാഹുൽ വ്യക്തിബന്ധത്തിന്റെ പേരിലാണ് ഇത്തരം പ്രചാരണങ്ങളിൽ പങ്കെടുക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഈ പ്രചാരണം വരുന്നത് എന്നത് പല നേതാക്കളും ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് കോൺഗ്രസിൽ തന്നെ പല രീതിയിലുള്ള അതൃപ്തിയുണ്ട്. കെ മുരളീധരൻ അടക്കം രാഹുലിനെ പ്രത്യക്ഷത്തിൽ തള്ളുകയാണെങ്കിൽ പോലും പരോക്ഷമായി അന്വേഷണ റിപ്പോർട്ട് വന്നിട്ടില്ല, അത് വൈകിപ്പിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ രാഹുലിന് കോടതിയെ സമീപിക്കാമെന്ന പ്രസ്താവനയിൽ തന്നെ വ്യക്തമാണ് രാഹുലിനെ തള്ളാനോ കൊള്ളാനോ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് പല പ്രസ്താവനകളും പുറത്തു വരുന്നത് എന്നത്. നൗഫൽ, സാജിദ് അജ്മൽ ചേരുന്നുണ്ട്. സാജിദ്, രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ കൂളായാണ് മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്നത്. അദ്ദേഹം എന്നെ ജയിപ്പിച്ച ആളുകളാണ് ഇവിടെ മത്സര രംഗത്തുള്ളത്, അവർക്ക് വേണ്ടി രംഗത്തിറങ്ങുകയാണ്, പാർട്ടി പരിപാടിയിലല്ല പങ്കെടുക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതൊന്നും പാർട്ടി പരിപാടി അല്ല എന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക? അദ്ദേഹം പറയുന്നത് തൻ്റെ സാന്നിധ്യം ഇവർക്ക് ഗുണം ചെയ്യും, അവർക്ക് ഒരു വോട്ടെങ്കിലും അധികം കിട്ടട്ടെ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോഴുള്ള ഇമേജ് എന്ന് പറയുന്നത് ഒരു ലൈംഗികാരോപണം നേരിട്ട MLA എന്നുള്ള ഇമേജാണ്. അത് നെഗറ്റീവ് ഇമേജാണ്. ആ നെഗറ്റീവ് ഇമേജ് സത്യത്തിൽ ഈ സ്ഥാനാർത്ഥികൾക്ക് എതിരായല്ലേ വരിക? അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നത് കൊണ്ട് അവർക്ക് വോട്ട് കിട്ടുകയാണോ ചെയ്യുന്നത്, വോട്ട് ഇല്ലാതാവുകയാണോ ചെയ്യുന്നുള്ള ചോദ്യമുണ്ടല്ലോ. അത്തരം ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരിട്ടിട്ടുണ്ടോ? അത്തരം ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിച്ചിട്ടുണ്ടോ? നൗഫൽ, ഈ പാലക്കാട്ടെ ഭൂരിഭാഗം കോൺഗ്രസിന്റെയും UDFന്റെയും നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഒപ്പമാണ്. ഈ നൗഫൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്രയധികം വിവാദങ്ങൾ നിലനിൽക്കുന്ന ഒരു സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഈ സ്ഥാനാർത്ഥികൾ വോട്ട് തേടുന്നത് അവർക്ക് നെഗറ്റീവ് ആയല്ലേ ഭവിക്കുക എന്നൊരു ചോദ്യം പ്രസക്തമാണ്. പക്ഷെ ഓരോ സ്ഥാനാർത്ഥികളും ഈ വിവാദങ്ങൾ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ രാഹുലിനെ ഒപ്പം വരണം, തങ്ങൾക്കൊപ്പം വരണമെന്ന് പറഞ്ഞ് നടക്കുകയാണ് ചെയ്യുന്നത്. അത് ഇന്നലെയും ഇന്നുമായി പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയാണ് അദ്ദേഹം വോട്ട് ചോദിച്ചത്. ഇനി പ്രായരി, കണ്ണാടി, മാത്തൂര് പഞ്ചായത്തിലുള്ള സ്ഥാനാർത്ഥികളും രാഹുൽ തങ്ങളോടൊപ്പം വരണമെന്നൊരു ആവശ്യമാണ് ഉന്നയിക്കുന്നത് എന്നാണ് രാഹുൽ പറയുന്നത്. രാഹുൽ നൽകുന്ന ഒരു വിശദീകരണം, താൻ വോട്ട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്ത UDFന്റെ കൺവെൻഷനിലോ DCCയിൽ ഏതെങ്കിലോ യോഗത്തിലോ താൻ പങ്കെടുക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ കണ്ണാടിയിൽ നടന്ന സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിലും ഈ സ്ഥാനാർത്ഥികൾക്ക് അവിടെ നൽകിയ സ്വീകരണത്തിലും ഉൾപ്പെടെ രാഹുൽ പങ്കെടുത്തിരുന്നു
എന്ന് മാത്രമല്ല ഈ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനാ സമയത്ത് രാഹുൽ പങ്കെടുക്കുകയും അവിടെ നിയമപ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ പുറത്ത് വരികയും ചെയ്തതാണ്. എന്തായാലും ഈ പ്രാദേശിക നേതൃത്വമാണ് ഇതിൽ തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളതാണ് ഈ KPCCയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പറയുന്നത്. എന്നാൽ ഈ പാലക്കാട് ഉള്ള VK ശ്രീകണ്ഠൻ MP ആണെങ്കിലും DCC പ്രസിഡന്റ് A തങ്കപ്പൻ അടക്കമുള്ള ആളുകളാണെങ്കിലും ഈ രാഹുലിനെ അങ്ങനെ പൂർണ്ണമായി മാറ്റി നിർത്തേണ്ടതില്ല എന്ന ഒരു നിലപാടുള്ള ആളുകളാണ്. അതോടൊപ്പം തന്നെ ഈ സ്ഥാനാർത്ഥികളിൽ വലിയൊരു വിഭാഗവും രാഹുലിന് ഒപ്പം തന്നെയാണ് ഉള്ളത്. അതാണ് രാഹുലിന് ഇപ്പോൾ ഈ കൃത്യമായി ഈ ജനങ്ങൾക്ക് ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. യെസ്, പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കരുതെന്നുള്ള നിർദ്ദേശമുണ്ടെങ്കിൽ തന്നെയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും പാലക്കാട് സജീവമായി രംഗത്തുണ്ട്. വിശദാംശങ്ങളാണ് സാജിദ് അജ്മലും നേരത്തെ സനിസ ശോഭാചന്ദ്രനും നൽകിയത്. ഇനി